Basics of Robotics, Module 2. ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് sensors and actuators ആണ്. So the first part of the module deals completely with the sensors, different types of sensors, and in the second part of this module it completely deals with the actuators. So നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചപ്പോഴേ സെൻസേഴ്സ് എന്താണ് എന്നെല്ലാം ജനറലി പറഞ്ഞിരുന്നു, ആക്ച്വേറ്റേഴ്സ് എല്ലാം. സോ അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് ഈ മൊഡ്യൂളിൽ വരുന്നത്. സോ നമുക്കറിയാം സെൻസേഴ്സ് എന്ന് വെച്ചാൽ എന്താ, എന്തെങ്കിലും ഡിറ്റക്ട് ചെയ്യാൻ അല്ലേ, ഡിറ്റക്ട് ദ ഇവന്റ്സ് ഓർ ചേഞ്ചസ് ഇൻ ഇറ്റ്സ് എൻവറോൺമെന്റ്. സംതിങ് ദാറ്റ് സെൻസ് എനിത്തിങ്സ് that will provide a corresponding output also. So sensors എന്ന് വെച്ചാൽ they are the sensing device that detects and responds to the inputs from the physical environment. അപ്പോൾ ഇതിന് ചുറ്റുമുള്ള ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഫേസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒബ്ജക്റ്റ് എന്തെങ്കിലും നമുക്ക് സെൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെൻസർ എന്ന് പറയുന്ന ഡിവൈസ്. സോ എന്തെങ്കിലും ഒരു ഇൻപുട്ട് സിഗ്നൽ അതിന് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ദാറ്റ് സെൻസ് അതിനെ സെൻസ് ചെയ്യണമെങ്കിൽ തിരിച്ച് ആ ഒബ്ജക്റ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു സിഗ്നൽ തിരിച്ചുണ്ടാകും. ദാറ്റ് വിൽ ടേക്ക് ആസ് അവർ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് അല്ലെ, അതല്ലേ സെൻസറിൽ വരുന്നത്. ദാറ്റ് ഈസ് ദാറ്റ് ഡിറ്റക്ട്സ് ആൻഡ് റെസ്പോൺസ് ടു ദ ഇൻപുട്ട് ഫ്രം ദ ഫിസിക്കൽ എൻവറോൺമെന്റ്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സ് എന്ന് പറയുന്നത് ലൈറ്റ് ആകാം, ഹീറ്റ് ആകാം, ഇനി സൗണ്ട് ആകാം. സോ അത് ആ പെർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ തട്ടി എങ്ങനെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നോ അതായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് എൻവറോൺമെന്റ്. സോ സച്ച് സെൻസിങ് ഡിവൈസസിനെയാണ് നമ്മൾ സെൻസേഴ്സ് എന്ന് പറയുന്നത്. So the sensors can be classified into two types. Okay, namely that is first one is internal sensors and the second one is external sensors. So internal sensors and external sensors ആയിട്ടാണ് സെൻസേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. Internal sensors എന്ന് വെച്ചാൽ they are fixed internally and they are used to detect the required task also. Internally fixed ആണെങ്കിലും here also they are used to detect that required task. So they are responsible for the internal working of the robot. റോബോട്ടിന്റെ ഇന്റേണൽ വർക്കിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാ? ഇന്റേണൽ സെൻസേഴ്സ് ആണ്. സോ ഇന്റേണൽ സെൻസേഴ്സിൽ വരുന്ന ടൈപ്സ് ഓഫ് സെൻസേഴ്സ് ആണ് വെലോസിറ്റി സെൻസർ, ടോർക്ക് ആൻഡ് ആക്സലറേഷൻ സെൻസേഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് സെൻസേഴ്സ്. ഇതെല്ലാം ഇന്റേണൽ സെൻസേഴ്സിൽ വരുന്നതാണ്. ദാറ്റ് ഈസ് ദ ഡിജിറ്റൽ മെഷർമെന്റ് ഓഫ് പൊസിഷൻ അല്ലെങ്കിൽ വെലോസിറ്റി. അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്റേണൽ സെൻസേഴ്സ് എന്ന് പറയുന്നത് സച്ച് ആസ് പൊട്ടൻഷ്യോമീറ്റർ, എൻകോഡേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്യാറ്. സോ they are responsible for the internal working of the robot and these sensors can be either digital or analog. The second type is the external sensors. External sensors എന്താ ചെയ്യാന്ന് വെച്ചാൽ it allows the robot to perceive the world in which they operate. എന്ന് വെച്ചാൽ they will allow the robots to have a communication with its environment also. So for that the robot should know all the details exactly and accurately. എന്ന് വെച്ചാൽ റോബോട്ടിന് ശരിക്കും ഒബ്ജക്റ്റിന്റെ പ്ലേസിങ് അറിയണം, എക്സാക്ട്ലി അത് എവിടെ ലൊക്കേറ്റ് ചെയ്തേക്കുന്നു, അതിന്റെ ചുറ്റുള്ള എൻവറോൺമെന്റ് എന്താണ്. സോ അതിന്റെ മൂവ്മെന്റ്സ്, ജോയിന്റ് മൂവ്മെന്റ്സ് എല്ലാം അക്യുറേറ്റ് ആയിട്ട് അതിന് അറിഞ്ഞിരിക്കണം റോബോട്ടിന്. ദെൻ ഓൺലി ഇറ്റ് ഹാവ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ വേൾഡ് ഇൻ വിച്ച് ദേ ഓപ്പറേറ്റ്, ദാറ്റ് എൻവറോൺമെന്റ് ഇൻ വിച്ച് ദേ ഓപ്പറേറ്റ്. സോ ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്താൽ മാത്രമേ കൺട്രോളറിന് അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ആ എൻവറോൺമെന്റിൽ എന്തെങ്കിലും ആംബിയന്റ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്താൽ മാത്രമേ കൺട്രോളർ ക്യാൻ ബി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു ദാറ്റ്. ഓക്കെ, സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ആംബിയന്റ് കണ്ടീഷൻസ് ഓൺലി ദ കൺട്രോളർ ക്യാൻ ബി അഡ്ജസ്റ്റഡ് ടു ഇറ്റ്സ് ന്യൂ വാല്യൂസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടെമ്പറേച്ചർ കൺട്രോൾ സെൻസേഴ്സ് ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഇറ്റ് ഹാസ് ടു ഐഡന്റിഫൈ വെദർ ഇറ്റ് ഈസ് ഇൻ എ റൂം ടെമ്പറേച്ചർ ഓർ നോട്ട്. സോ അതിന്റെ ലൊക്കേഷൻ എന്താണ് അല്ലെങ്കിൽ ആക്ച്വൽ പൊസിഷൻ എന്താണ്, എൻവറോൺമെന്റ് എന്താണെന്നെല്ലാം അറിഞ്ഞിരിക്കണം. സോ അക്കോർഡിംഗ് ടു ദാറ്റ് ഓൺലി ഇറ്റ് ക്യാൻ ഗിവ് സിഗ്നൽസ് ടു ദ കൺട്രോളർ. സോ അങ്ങനെ വരുന്ന 3 മെയിൻ എക്സ്റ്റേണൽ സെൻസേഴ്സ് ആണ്: പ്രോക്സിമിറ്റി സെൻസർ, ടാക്ടൈൽ സെൻസർ ആൻഡ് വിഷൻ സെൻസേഴ്സ്. സോ ഈ ഇന്റേണൽ സെൻസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ സെൻസേഴ്സിൽ തന്നെ ഒന്നുകൂടെ നമുക്ക് കോണ്ടാക്ട് സെൻസേഴ്സ് ഓർ നോൺ കോണ്ടാക്ട് സെൻസേഴ്സ് ആയിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ സ്ലിപ്പ് സെൻസേഴ്സ്, ടച്ച് സെൻസേഴ്സ്, ഫോഴ്സ് ആൻഡ് ടോർക്ക് സെൻസേഴ്സ് എല്ലാം കോണ്ടാക്ട് സെൻസേഴ്സ് ആണ്. വെറസ് നോൺ കോണ്ടാക്ട് സെൻസേഴ്സിൽ വരുന്നതാണ് പ്രോക്സിമിറ്റി സെൻസേഴ്സ്, റേഞ്ച് സെൻസേഴ്സ്, ദാറ്റ് ഈസ് ദ പൊസിഷൻ സെൻസേഴ്സ്. അതെല്ലാം വരുന്നത് നോൺ കോണ്ടാക്ട് സെൻസേഴ്സിലാണ്, ആസ് വെൽ ആസ് ദ വിഷൻ സെൻസേഴ്സ് ഓൾസോ ഇൻ നോൺ കോണ്ടാക്ട് സെൻസേഴ്സ്.
So first let's see what is a proximity sensor. എന്താണ് proximity എന്ന് വെച്ചാൽ that is a nearness in space അല്ലെങ്കിൽ closeness എന്നൊക്കെയാണ് proximity എന്നുള്ള വാക്കിൽ നമുക്ക് അറിയുന്നത്. So proximity sensor will have the ability to detect the presence of nearby objects without any physical contact. ഒരു physical contact ഇല്ലാതെ തന്നെ nearby objects നെ detect ചെയ്യാൻ പറ്റുന്ന സെൻസർ ആണ് proximity sensor എന്ന് പറയുന്നത്. So what is happening in this proximity sensor? ഈ proximity sensor often emits an electromagnetic field അല്ലെങ്കിൽ ഒരു beam of electromagnetic radiations ഈ proximity sensor emit ചെയ്യും. So ഇത് ഏതെങ്കിലും ഒബ്ജക്റ്റ് അതിന് ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ that object will return a change in that field as a return signal. ഒരു സിഗ്നൽ ആ ഒബ്ജക്റ്റ് കാരണം ഈ മാഗ്നറ്റിക് ഫീൽഡിൽ എന്തെങ്കിലും ചേഞ്ചസ് സംഭവിക്കാം. So that changes in the magnetic field ആണ് തിരിച്ച് റിട്ടേൺ സിഗ്നൽ ആയിട്ട് സെൻസ് ചെയ്ത് വരുന്നത് in case of this proximity sensors. So it can be vary according to the target. നമ്മൾ വെക്കുന്ന ടാർജറ്റിനനുസരിച്ച് ഈ സെൻസേഴ്സ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് യൂസ് ചെയ്യാനായിട്ട്. കപ്പാസിറ്റീവ് ഉണ്ട്, കുറെ ഫോട്ടോ ഇലക്ട്രിക് സെൻസേഴ്സ് ഉണ്ട്, ആൻഡ് ദേ ആർ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ദ പ്ലാസ്റ്റിക് ടാർജറ്റ്സ്. അതെല്ലാം മെറ്റൽ ടാർജറ്റ്സ് ആണെങ്കിൽ വി മെയിൻലി കൺസിഡർ ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസേഴ്സ് അല്ലെ. സോ അതിനനുസരിച്ചായിരിക്കും ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നത്. So looking at this figure, we can see this transducer. ഈ transducer തന്നെയാണ് ഇവിടെ നമ്മുടെ proximity sensor ആയിട്ട് ആക്ട് ചെയ്യുന്നത്. So initially നമ്മൾ ഇവിടെ ഒരു ടൈമർ എല്ലാം പ്രൊവൈഡ് ചെയ്ത് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യും through a power interface circuit. A signal is transmitted and this signal is transmitted in the form of electromagnetic radiations. ഇത് electromagnetic radiations emit ചെയ്യും. So ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ടാർജറ്റ് ഉണ്ടെങ്കിൽ while this electromagnetic radiations approach to this target returns a signal, that is a disturbances to this electromagnetic field. ഈ ടാർജറ്റ് ഇവിടെ വരുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിന് സംഭവിക്കും. So that disturbances will be taken back as a signal to the sensor. അതാണ് ഒരു എക്കോ ഒക്കെ ആയിട്ടാണ് അത് തിരിച്ചെടുക്കുന്നത് ഈ സിഗ്നലിനെ. So it will be given to the analog circuit and that processed echo is again given to the digital selection. So നമുക്ക് വേണ്ടത് ഹാർഡ്വെയറിലോട്ട് ഒരു ഡിജിറ്റൽ വാല്യൂ ആയിട്ടാണെങ്കിൽ this processed echo by giving to a digital selection it will give a digital value. അതെല്ലാം അനലോഗ് വാല്യൂ ആയിട്ട് തന്നെ മതി എന്നുണ്ടെങ്കിൽ it directly gives this analog value to the user hardware. ഈ ടൈമർ എന്തിനാ പ്രൊവൈഡ് ചെയ്യുന്നത്? It gives the timing interval അല്ലെ, when the signal is sent and when the echo is received. എപ്പോൾ സിഗ്നൽ പോയി എപ്പോൾ എക്കോ റിസീവ് ചെയ്തു എന്നുള്ള ടൈമിംഗ് ഇന്റർവെൽ നമുക്ക് by setting this timer കിട്ടും. So that will gives the distance between this object and the sensor. That gives a measurement of distance between the object and the sensor. So ഓരോ proximity sensorനും ഓരോ ടാർജറ്റ് അനുസരിച്ചാണെന്ന് പറഞ്ഞു. So ആ ഓരോ ടാർജറ്റിന് അനുസരിച്ചിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. So this distance can be calculated by this timing interval. അതിനാണ് ഈ ടൈമർ ഇവിടെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺസിലുള്ള ഈ പ്രോക്സിമിറ്റി സെൻസേഴ്സിന്റെ യൂസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് വിൽ ഡിറ്റക്ട് ആൻഡ് സ്കിപ്സ് ദാറ്റ് ആക്സിഡന്റൽ ടച്ച് സ്ക്രീൻ ടാപ്സ്. നമ്മൾ ടച്ച് സ്ക്രീനിലെ ആക്സിഡന്റ് ആയിട്ട് വരുന്ന ടാപ്സ് എല്ലാം ഡിറ്റക്ട് ചെയ്ത് സ്കിപ്പ് ചെയ്യുന്നത് ബൈ യൂസിങ് ദിസ് പ്രോക്സിമിറ്റി സെൻസേഴ്സ് ആണ്. അതാണ് വൈ വി ആർ ഹോൾഡിംഗ് ദ ഫോൺ ടു നിയർ ടു അവർ ഇയർ ഡ്യൂറിങ് എ കോൾ. മീൻസ് അതിൽ നമ്മുടെ അറിയാതെ നമ്മുടെ ആ ചെവി കൊണ്ട് അത് കട്ട് ആവാതിരിക്കാനുള്ള എല്ലാം എടുക്കുന്നത് ഈ പ്രോക്സിമിറ്റി സെൻസേഴ്സ് ആണ്. They can also used in the machine vibration monitoring purposes and all. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു proximity sensors എന്ന് പറയുന്നത് non contact type sensors ആണ്. So it will reduce the damage to the robot as well as the target and it also ensures long service life for both. Next sensor is the touch or contact sensor. It will enable the touch sensing ability of the robot. റോബോട്ടിന്റെ ടച്ച് സെൻസിങ് എബിലിറ്റി കൂട്ടുന്നതാണ് ഈ ടച്ച് ഓർ കോണ്ടാക്ട് സെൻസേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതുകൊണ്ട് നമുക്ക് എന്താ കിട്ടുക? വി ക്യാൻ നോ ദ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് ദ വർക്ക് പീസ്. നമ്മൾ വെക്കുന്ന വർക്ക് പീസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബൈ ഗിവിംഗ് എ സിംഗിൾ ടച്ച്. ഒരു ടച്ച് തന്നെ അത് റോബോട്ടിന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബേസിക്കലി ഇൻ ഇന്റലിജന്റ് റോബോട്ട്സ് ദാറ്റ് ഈസ് ആ വർക്ക് പീസ് സോഫ്റ്റ് ആണോ, ഹാർഡ് ആണോ, മെറ്റാലിക് ആണോ, നോൺ മെറ്റാലിക് ആണോ, കൂൾ ആണോ, ഹോട്ട് ആണോ എന്നെല്ലാം ഈ ഒരു ടച്ച് കോണ്ടാക്ട് സെൻസേഴ്സ് ഉണ്ടെങ്കിൽ the robot can identify. അങ്ങനെയുള്ള type of sensors ആണ് touch or contact sensors എന്ന് പറയുന്നത്. And they are mainly attached to the end effector.
റോബോട്ടിന്റെ എൻഡ് എഫക്ടറിലാണ് അത് മെയിൻലി അറ്റാച്ച് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഇതൊരു ടച്ച് സെൻസിങ് പ്ലേറ്റ് ആണ്. സോ ഈ ടച്ച് സെൻസിങ് പ്ലേറ്റിലാണ് ഈ ടച്ച് സെൻസിറ്റീവ് സ്ട്രിപ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദിസ് പ്ലേറ്റ് ആൻഡ് സ്ട്രിപ്സ് ആർ കണക്റ്റഡ് ടു ദ എൻഡ് എഫക്ടർ ഓഫ് എ റോബോട്ട് റിസ്റ്റ്. റോബോട്ട് റിസ്റ്റിൽ നിന്ന് അതിന്റെ എൻഡ് എഫക്ടറിലാണ് ഈ എക്സ്റ്റേണൽ സെൻസിങ് പ്ലേറ്റ്സ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. സോ ഇതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടച്ച് സെൻസേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് കപ്പാസിറ്റീവ് ടച്ച് സെൻസർ, റെസിസ്റ്റീവ് ടച്ച് സെൻസർ, ദെൻ പീസോ ടച്ച് സെൻസേഴ്സ് എല്ലാം ഉണ്ട് ബേസ്ഡ് ഓൺ ദിസ് ഡിഫറൻസ്. സോ കപ്പാസിറ്റീവ് ടച്ച് സെൻസേഴ്സ് എന്ന് വെച്ചാൽ ദേ വർക്ക്സ് മെയിൻലി ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഇലക്ട്രോഡ്, എ ടച്ച് സെൻസിറ്റീവ് ഇലക്ട്രോഡ്. അപ്പോൾ കോണ്ടാക്ടിങ് സർഫസിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഈ ഇലക്ട്രോഡ്സ് ആയിരിക്കും. ദിസ് ഇസ് എ ടച്ച് സെൻസിറ്റീവ് ഇലക്ട്രോഡ്. ഈ ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇതിലേക്ക് ടച്ച് ആയി കഴിഞ്ഞാൽ ഫ്രം ദാറ്റ് ഇലക്ട്രോഡ് വി ക്യാൻ ഐഡന്റിഫൈ വാട്ട് ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് ഇസ് ദാറ്റ്, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് ബേസ്ഡ് ഓൺ ദ അയോൺസ്. അപ്പോൾ അയോൺസ് ബേസ് ചെയ്തിട്ട് അത് മെറ്റാലിക് ആണോ നോൺ മെറ്റാലിക് ആണോ എന്നൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ ഈ ഇലക്ട്രോഡിന് പറ്റും. സോ ദാറ്റ് ടൈപ്പ് ഓഫ് സെൻസേഴ്സ് ആർ കോൾഡ് ആസ് കപ്പാസിറ്റൻസ് ടച്ച് സെൻസർ. റെസിസ്റ്റൻസ് ടച്ച് സെൻസറിൽ വി ആർ യൂസിങ് 2 ടച്ച് സെൻസിങ് ഇലക്ട്രോഡ്സ്. 2 ടച്ച് സെൻസിങ് ഇലക്ട്രോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഈ 2 ടച്ച് സെൻസിങ് ഇലക്ട്രോഡ്സും നമ്മൾ പ്ലേസ് ചെയ്യും അറ്റ് ഇറ്റ്സ് എൻഡ് എഫക്ടർ, ആ ടച്ചിങ് സർഫസിൽ. സോ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇതിന്റെ ബിറ്റ്വീൻ വന്നു കഴിഞ്ഞാൽ ഈ 2 ഇലക്ട്രോഡ്സിന്റെ ഇടയിൽ ഒബ്ജക്റ്റ് പ്ലേസ് ആയി കഴിഞ്ഞാൽ സർക്യൂട്ട് അവിടെ എന്താകും? ഷോർട്ട് സർക്യൂട്ടഡ് ആകും. സോ ഇറ്റ് വിൽ ബി ഓപ്പറേറ്റഡ് വിത്ത് ഇലക്ട്രിക്കലി ആയിരിക്കും ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ദീസ് 2 ഇലക്ട്രോഡ്സിലേക്കും ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആയിരിക്കും സർക്യൂട്ട് വരിക. സോ ഒരു ഒബ്ജക്റ്റ് വന്നിട്ട് ഈ 2 ഇലക്ട്രോഡ്സ് തമ്മിൽ ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ദ സർക്യൂട്ട് വിൽ ഗെറ്റ് ഷോർട്ട് സർക്യൂട്ടഡ്. കാരണം 2 ഇലക്ട്രോഡ്സും മിഡിലിൽ ഒരു ഒബ്ജക്റ്റും വന്നു കഴിഞ്ഞാൽ the circuit will get short circuited and the sensor can recognize that object by its resistance. So ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആണെങ്കിൽ ഓൾറെഡി അത് റെസിസ്റ്റൻസ് ലോവർ ആയിട്ടായിരിക്കും ഇവിടെ ഇനീഷ്യലി നമ്മൾ സെറ്റ് ചെയ്യുക. സോ ഇതിന്റെ ഇടയിലേക്ക് ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ആകും. സോ വേരിയേഷൻ ഇൻ ദ റെസിസ്റ്റൻസ് വരും. ദാറ്റ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ക്യാൻ give recognition about the object to the sensor. Next is a piezo touch sensor. എന്ന് വെച്ചാൽ piezo ceramic material ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. So whenever the object comes in contact with this material, it happens to a mechanical bending of this piezo ceramic material. So according to that bending or the change in the shape or deformation will give the information about the object. So ഇത്രയുമാണ് ടച്ച് സെൻസറിൽ വരുന്നത്. That will give the knowledge about the object അല്ലെങ്കിൽ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ഉള്ള ഡീറ്റെയിൽസ് റോബോട്ടിന് പാസ് ചെയ്യുന്നത് ഈ ടച്ച് ഓർ കോണ്ടാക്ട് സെൻസേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെൻസേഴ്സ് ഇസ് ദ പൊസിഷൻ സെൻസേഴ്സ്. സോ പൊസിഷൻ സെൻസർ എന്ന് വെച്ചാൽ an object detection system ആണ്. So it will helps to determine the position or it will helps to measure the position of between the object and the sensor. ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെയാണെന്ന് അക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഫ്രം ദിസ് പൊസിഷൻ സെൻസർ ആയിരിക്കും. സോ ദർ വിൽ ബി എ സെൻഡർ ഓർ റിസീവർ. ഇറ്റ് വിൽ ട്രാൻസ്മിറ്റ് എ വേവ് ആൻഡ് വെൻ ഇറ്റ് സ്ട്രൈക്സ് അറ്റ് ദ ഒബ്ജക്ട് ദാറ്റ് വിൽ റിട്ടേൺ എ വേവ് കോൾഡ് ആസ് റിഫ്ലക്റ്റഡ് വേവ്. സോ ഈ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫ്രം ദിസ് വേവ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് തോന്നാം അപ്പോൾ വാട്ട് അബൌട്ട് ദ പ്രോക്സിമിറ്റി സെൻസർ എന്ന്. ശരിക്കും ഈ പൊസിഷൻ സെൻസറിന്റെ ഒരു എക്സാമ്പിൾ ആണ് പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പ്രോക്സിമിറ്റി സെൻസർ. അതിലെന്തായിരുന്നു എന്ന് വെച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആയിരുന്നു ട്രാൻസ്മിറ്റിംഗ് വേവ് ആയിട്ട് പോയിരുന്നത്. സോ ഒബ്ജക്റ്റ് അവിടെ ഉണ്ടെങ്കിൽ അതുമൂലം ഉണ്ടാവുന്ന ഒരു ഡിസ്റ്റർബൻസ് ആണ് നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കിട്ടിയിരുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ വൺ ടൈപ്പ് ഓഫ് പൊസിഷൻ സെൻസർ ആണ് പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്നത്. ബട്ട് ദർ ആർ ഡിഫറൻസസ്. ഓക്കെ, പൊസിഷൻ സെൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ വേരി അക്കോർഡിംഗ് ടു ദ types of sensors used. That is, the active position sensors ആണെങ്കിലാണ് it works on the principle of radiation emission എന്ന് പറയുന്നത്. Active type position sensors ഉണ്ടെങ്കിൽ it will emit the radiation and the reflected signal will be taken for measurement of this position. അതല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻസേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഫോർ ദ പൊസിഷൻ സെൻസേഴ്സിൽ വരുന്നതാണ് പൊട്ടൻഷ്യോമീറ്റേഴ്സ്, അതേപോലെ തന്നെ എൻകോഡേഴ്സ്, ദെൻ റിസോൾവേഴ്സ് എല്ലാം പൊസിഷൻ സെൻസേഴ്സിൽ വരുന്നതാണ്.
So potentiometer എന്ന് പറഞ്ഞാൽ based on the position of the wiper നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇതിലാണ് കിട്ടുന്നത്. So based on that we can calculate the position of a wiper. So അതേപോലെ ഇനി encoders ആണെങ്കിലും there are absolute encoders as well as incremental encoders. അതിൽ വരുന്ന ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറഞ്ഞാൽ based on the pulses ആണ്. So ഓരോ pulses ആണ് ഏത് പൊസിഷൻ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. So it may vary according to their types. ഓരോ സെൻസേഴ്സിന് അനുസരിച്ചിട്ട് പൊസിഷൻ സെൻസേഴ്സ് വേരി ചെയ്യാൻ പറ്റും. But basic ആയിട്ട് ഇത്രയേ ഉള്ളൂ. That is the time taken to send that transmitted wave and to get the reflected wave back. ആ ഒരു ടൈം ഡിഫറൻസ് ടൈമിംഗ് ഇന്റർവൽ ആയിരിക്കും ആ ഡിസ്റ്റൻസ് തരുന്നത് between the sensor and the object. Next type of sensors is the velocity and acceleration sensors. കാരണം വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താ, ഒരു മൂവിങ് ഒബ്ജക്റ്റിൽ മാത്രമേ നമുക്ക് ഈ വെലോസിറ്റിയും ആക്സിലറേഷൻ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് നമുക്ക് കിട്ടുന്ന വെലോസിറ്റി. അതുപോലെ വെലോസിറ്റി ബൈ ടൈം ആണ് നമുക്ക് കിട്ടുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ഓൺലി വി ക്യാൻ ഐഡന്റിഫൈ ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ സെൻസേഴ്സ്. സോ ഈ ടൈപ്പ് ഓഫ് സെൻസേഴ്സിന്റെ ബേസ് എന്ന് പറയുന്നതും പൊസിഷൻ സെൻസേഴ്സ് തന്നെയാണ്. ദാറ്റ് ഇസ് ഒബ്ജക്ട് അതിന്റെ ഇനീഷ്യൽ പൊസിഷനിൽ എവിടെയായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കും. ദെൻ ഫൈനൽ പൊസിഷനിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളതും ഡിറ്റർമൈൻ ചെയ്യും. So that difference will give the velocity. That is the initial position of the object and the final position of the object within a short interval of time. അതാണ് velocity എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത്. That way we are determining the velocity. And that types of sensors are called as velocity sensors. So this mainly works on the principle of Newton's first law of motion. In case of an elastic material ആണ് യൂസ് ചെയ്യണതെങ്കിൽ if you are giving any force to that material, it may cause some deformation. അല്ലെ, ആ ഇലാസ്റ്റിക് മെറ്റീരിയലിന് എന്തെങ്കിലും ഡിഫോമിറ്റി സംഭവിക്കും while applying that force. So that change in the shape or that deformation will give the velocity or acceleration value. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ച് എന്ത് ഡിഫോർമേഷൻ വരുന്നോ from that we can calculate this velocity and acceleration also in case of the elastic materials. അതല്ലാത്ത ഒബ്ജക്ട്സ് ആണെങ്കിൽ ഓൾറെഡി പറഞ്ഞ പോലെ പൊസിഷൻ 1, that is initial position എവിടെയായിരുന്നു for a short time then final position എവിടെയായിരുന്നു within that short time എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we will get this velocity and acceleration. So these types of sensors are called as velocity and acceleration sensors. Next type of sensors is the force sensors. So force sensor in robotics എന്ന് പറയുന്നത് mainly determined it is mainly used to determine the applied load അല്ലെങ്കിൽ force or torque ഒക്കെ determine ചെയ്യാനാണ് ഈ force sensors യൂസ് ചെയ്യുന്നത്. So this is one type of internal sensor ആണ്. And one type of force torque sensors is the force sensing resistor ആണ്. So it is a material whose resistance changes according to the change in or the applied force or pressure. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷറിനനുസരിച്ച് റെസിസ്റ്റൻസിൽ ചേഞ്ച് വരുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ഈ ഫോഴ്സ് സെൻസിങ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഫിഗർ നോക്കി അറിയാം. ഫസ്റ്റ് ഉണ്ടാവുന്ന മെറ്റീരിയലിന്റെ ഷേപ്പ് ഇതാണ് വിത്ത് റെസിസ്റ്റൻസ് ഓഫ് R1. നമ്മൾ എന്തെങ്കിലും ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ദർ മേ കോസ് എനി ചേഞ്ച് ഇൻ ദാറ്റ് ഷേപ്പ്. എന്തെങ്കിലും ഒരു ഡിഫോമിറ്റി ആ ഷേപ്പിന് സംഭവിക്കും. ദാറ്റ് കോസസ് എ ചേഞ്ച് ഇൻ ഇറ്റ്സ് ഡയമെൻഷൻ and the resistance value also changes. So that change in resistance will give you the applied force. So this type of internal sensor ആണ് force sensing resistors ൽ വരുന്നത്. So ഇതിന് mostly യൂസ് ചെയ്യുന്ന type of material എന്ന് പറയുന്നത് conductive polymer ആണ്. So whenever a force is applied, നമുക്കറിയാം internal sensors ആണ് അല്ലേ. So connected to manipulator ആയിരിക്കും. So manipulator loaded ആകും. When we are giving any force, the manipulator will be loaded. So that will cause a change in its dimension to that material. So change in dimension will cause a change in resistance also. So by calculating the change in resistance, we can get the applied force given to that material. Adana force sensors il varna determination of applied load, force or torque. Next we have to discuss about the robot vision. റോബോട്ടിന്റെ വിഷൻ ആണ് നമുക്ക് പറയാനുള്ളത്. റോബോട്ട് വിഷൻ എന്ന് പറഞ്ഞാൽ വെരി കോംപ്ലെക്സ് സെൻസിങ് പ്രോസസ് ആണ് അല്ലെ. അതിൽ ഒരുപാട് പ്രോസസ്സസ് നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എക്സ്ട്രാക്ടിങ്, ക്യാരക്ടറൈസിങ് ആൻഡ് ഇന്റർപ്രിറ്റിംഗ് ദ ഇൻഫർമേഷൻ ഫ്രം ദ ഇമേജസ്. നമ്മൾ എടുക്കുന്ന ഇമേജസ് നിന്ന് ഇതെല്ലാം ചെയ്യണം. എക്സ്ട്രാക്ട് ചെയ്യണം, ക്യാരക്ടറൈസ് ചെയ്യണം, ഇന്റർപ്രിറ്റ് ചെയ്യണം, അതിലുള്ള ഇൻഫർമേഷൻ എല്ലാം. എങ്കിൽ മാത്രമേ ആ എൻവറോൺമെന്റിലുള്ള ഒബ്ജക്റ്റിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതെല്ലാം ചെയ്യുന്നതാണ് robot vision എന്ന് പറയുന്നത്. and it is a complex sensing process.
സോ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വിഷൻ സെൻസർ. സോ വാട്ട് ദ വിഷൻ സെൻസർ വിൽ ഡു, അത് ഒരു ഇമേജ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിഷ്വൽ ഇൻഫോർമേഷനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും, ഇലക്ട്രിക്കൽ സിഗ്നൽസിലേക്ക് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ആർ ദെൻ സാമ്പിൾഡ്, ക്വാണ്ടൈസ്ഡ് by a special computer interface electronics yielding a digital image. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇമേജ്, ക്യാപ്ചർ ചെയ്ത ഇമേജിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് then it will be sampled and quantized by using this computer interface electronics. സോ എന്നിട്ട് നമുക്ക് വേണ്ട ഇമേജ് ആയിട്ട് നമുക്ക് ഇതിനെ കിട്ടും. സോ മെയിൻലി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വിഷൻ സെൻസേഴ്സ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് CCD ഇമേജ് സെൻസേഴ്സ് ആണ്. ഇറ്റ് ഹാസ് മോർ അഡ്വാൻറ്റേജസ് ഫ്രം ഇറ്റ്സ് കൺവെൻഷണൽ ടൈപ്സ് like small size, lightweight, better electrical parameters, etc. So അതിൽ പാരലാക്സ് എറേഴ്സ് എല്ലാം കുറവാണ്. അതുകൊണ്ട് തന്നെ മേജർ റോബോട്ടിക് ആപ്ലിക്കേഷൻസിലെല്ലാം യൂസ് ചെയ്യുന്നത് ദിസ് ടൈപ്പ് ഓഫ് വിഷൻ സെൻസേഴ്സ് ആയിരിക്കും. സോ ഇല്ലുമിനേഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ് വൈൽ അക്വിസിഷൻ ഓഫ് ഇമേജ്. ഇമേജ് ക്യാപ്ചർ ചെയ്യുന്ന ടൈമിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻ്റ് ആണ് ഇല്ലുമിനേഷൻ എന്ന് പറയുന്നത്. So there are many robotic vision problems caused due to this illumination. So അത് കുറയ്ക്കണമെങ്കിൽ we have to provide it in a controlled manner. So controlled illumination ആണെങ്കിൽ we can reduce many of the robotic vision problems. So controlled illumination provide ചെയ്യാനുള്ള three major process ആണ്, that is backlighting, structured lighting and strobe lighting എന്നൊക്കെ പറയുന്നത്. Backlighting എന്ന് പറഞ്ഞാൽ it will enhances the contrast to a particular level. പിന്നെ ആ പ്രോസസ്സിംഗ്, ഇമേജ് പ്രോസസ്സിങ്ങിന്റെ എഫേർട്ട് കുറയ്ക്കാനായിട്ട് വേണ്ട എൻഹാൻസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ബാക്ക് ലൈറ്റിംഗ് ആയിരിക്കും. ഇൻ സ്ട്രക്ചേർഡ് ലൈറ്റിംഗ് ഇറ്റ് വിൽ പ്രൊവൈഡ് സ്പെഷ്യൽ ലൈറ്റ്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന സീനിൽ ആ ഒബ്ജക്റ്റിന് ചുറ്റും എന്തെങ്കിലും സ്ട്രൈപ്സോ ഗ്രിഡ്സോ അതർ പാറ്റേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് സ്പെഷ്യൽ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സ്ട്രക്ചേർഡ് ലൈറ്റിംഗ് ആയിരിക്കും. സ്ട്രോബ് ലൈറ്റിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഹാവ് ഹൈ ഇന്റൻസിറ്റി ഷോർട്ട് പൾസസ് ദാറ്റ് മേ ഹെൽപ്സ് ടു റെഡ്യൂസ് എ നെഗറ്റീവ് ഇഫക്റ്റ് ഓഫ് ദ ലൈറ്റ്. ലൈറ്റിന്റെ നെഗറ്റീവ് ഇഫക്റ്റ് കുറയ്ക്കാനും ഇറ്റ് ഓൾസോ എലിമിനേറ്റ് ദ ഇഫക്റ്റ് ഓഫ് ഒബ്ജക്ട് മോഷൻ, ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റിന്റെ ഇഫക്റ്റ് കുറയ്ക്കാനും എല്ലാം യൂസ് ചെയ്യുന്നത് ദിസ് ടൈപ്പ് ഓഫ് സ്ട്രോബ് ലൈറ്റിംഗ് ആയിരിക്കും. സോ ബൈ യൂസിങ് ദീസ് ടൈപ്സ് ഓഫ് ലൈറ്റിംഗ്സ്, ദാറ്റ് ഇസ് ബാക്ക് ലൈറ്റിംഗ്, സ്ട്രക്ചർ ലൈറ്റിംഗ് ആൻഡ് സ്ട്രോബ് ലൈറ്റിംഗ് വെച്ചിട്ട് നമുക്ക് ഇല്ലുമിനേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് വി ക്യാൻ റെഡ്യൂസ് ദ എഫേർട്ട് ഓഫ് ഇമേജ് പ്രോസസ്സിംഗ് ആസ് വെൽ ആസ് വി ക്യാൻ റെഡ്യൂസ് ദ റോബോട്ടിക് വിഷൻ പ്രോബ്ലംസ്. സോ ഇങ്ങനെ കിട്ടുന്ന വിഷൻ സെൻസർ എന്നുള്ള ഇമേജ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇമേജ് ആണ്. ദാറ്റ് വിൽ ബി എ മിയർ ന്യൂമറിക്കൽ അറേ. അപ്പോൾ ശരിക്കും നമുക്ക് ആ വിഷ്വലൈസ്ഡ് ഒബ്ജക്റ്റിന്റെ ഫൈനൽ റിസൾട്ട് കിട്ടണമെങ്കിൽ ദിസ് ഇമേജ് ഹാസ് ടു ബി അണ്ടർഗോ സം മോർ സ്റ്റെപ്സ്, ദാറ്റ് ഇസ് ഇമേജ് പ്രോസസ്സിംഗ് എന്നുള്ള സ്റ്റെപ്സ് ഇനിയും പോകാനുണ്ട്. സച്ച് സ്റ്റെപ്സ് ആർ ദ പ്രീ പ്രോസസ്സിംഗ്, സെഗ്മെന്റേഷൻ, ഡിസ്ക്രിപ്ഷൻ, റെക്കഗ്നിഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. സോ ഇത്രയും സ്റ്റെപ്സ് കഴിഞ്ഞാൽ നമുക്കൊരു ഫൈനൽ റിസൾട്ട് കിട്ടുള്ളൂ ദാറ്റ് വിഷ്വലൈസ്ഡ് ഒബ്ജക്റ്റിന്റെ. സോ പ്രീ പ്രോസസ്സിംഗ് ടെക്നിക് എന്ന് വെച്ചാൽ ഇറ്റ് ഡീൽസ് വിത്ത് ദ നോയ്സ് റിഡക്ഷൻ ആൻഡ് ഡീറ്റെയിൽഡ് എൻഹാൻസ്മെന്റ്. നോയ്സ് റിഡക്ഷനും അതർ എൻഹാൻസ്മെന്റ്സ് എല്ലാം ചെയ്യുന്നത് പ്രീ പ്രോസസ്സിംഗ് ടെക്നിക്കിലായിരിക്കും. ഇൻ സെഗ്മെന്റേഷൻ അൽഗോരിതം എഡ്ജ് ഡിറ്റക്ഷനും അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ സീനിൽ നിന്ന് ഒബ്ജക്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതെല്ലാം ബൈ ദിസ് സെഗ്മെന്റേഷൻ അൽഗോരിതം ആയിരിക്കും. Then recognition algorithm എന്തിനാ വെച്ചാൽ recognition algorithm helps to classify the object in the feature space. തന്നിക്കുന്ന ആ സീൻ അല്ലെങ്കിൽ that particular space നിന്ന് ഇതിന്റെ ഫീച്ചർ അനുസരിച്ച് ഒബ്ജക്റ്റിനെ ക്ലാസിഫൈ ചെയ്തെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അൽഗോരിതം ആണ് recognition algorithm. Then the interpretation algorithm, they are used to assign a meaning to the ensemble of recognized object. നമ്മളിപ്പോൾ റെക്കഗ്നൈസ് ചെയ്ത ഒബ്ജക്റ്റ് ഏത് കാറ്റഗറിയിൽ പെടുന്നു മീൻസ് അതിനൊരു മീനിങ്ഫുൾ ഇത് കൊടുക്കുന്നത് ഇന്റർപ്രിട്ടേഷൻ അൽഗോരിതം ആയിരിക്കും. സോ ദീസ് ആർ ദ ഇമേജ് പ്രോസസ്സിംഗ് സ്റ്റെപ്സ് ദാറ്റ് ഹാസ് ടു ബി ഹാൻഡിൽഡ് ടു ഗെറ്റ് ദ വിഷ്വലൈസ്ഡ് ഒബ്ജക്ട് ഫൈനൽ റിസൾട്ട്. ദാറ്റ് ഇസ് പ്രീ പ്രോസസ്സിംഗ്, സെഗ്മെന്റേഷൻ, ഇന്റർപ്രിട്ടേഷൻ, റെക്കഗ്നിഷൻ. Next we have to see about the characteristics of sensors. So ഒരു സെൻസർ പ്രോസസ് ചെയ്യുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതാണ് ഈ തന്നേക്കുന്നത്. സോ ബേസ്ഡ് ഓൺ ദിസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓൺലി വി ഹാവ് ടു ചൂസ് ദ സെൻസേഴ്സ്. സെൻസേഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും വി ഹാവ് ടു സീ ടു ദിസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ട് വേണം സെലക്ഷൻ ഓഫ് സെൻസേഴ്സ് ചെയ്യാൻ. സോ ദീസ് ആർ ദ സെൻസർ ക്യാരക്ടറിസ്റ്റിക്സ്, ദാറ്റ് ഇസ് സെൻസിറ്റിവിറ്റി, റേഞ്ച്, accuracy, response, linearity, size, interference and noise problem. These are the main characteristics of a sensor that to be possessed. Sensitivity എന്ന് നമുക്കറിയാം അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ഒരു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ that should
reflect in its input also. So that is, sensitivity should be as high as possible. Range, it refers to the minimum and maximum change in the input signal to which the sensor can respond. ഒരു സെൻസറിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന റേഞ്ച്, ദാറ്റ് ഈസ് മിനിമം ആൻഡ് മാക്സിമം എത്ര വരെ പോകാൻ പറ്റുമോ അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് എ വൈഡ് ഓപ്പറേറ്റിംഗ് റേഞ്ച്. ആക്യുറസി നമുക്കറിയാം, accuracy should be as high as possible for our sensors. Response, the sensor should be quick response. That is, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ it should have the capability of responding to it instantaneously. Then linearity. ഇപ്പോൾ സെൻസേഴ്സ് സെൻസിറ്റിവിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഓപ്പറേറ്റിംഗ് റേഞ്ചിലും എല്ലാ ഓപ്പറേറ്റിംഗ് റേഞ്ചിലും സെയിം സെൻസിറ്റിവിറ്റി അതിനെ എക്സിബിറ്റ് ചെയ്യാൻ പറ്റണം. ആ ഒരു പ്രോപ്പർട്ടിയാണ് ലീനിയറിറ്റി എന്ന് പറയുന്നത്. Then size, it should have a suitable physical size. അതുപോലെ കോസ്റ്റ് കുറവായിരിക്കണം, ഈസി ടു ഓപ്പറേഷൻ ആയിരിക്കണം. Interference, it should not disturb or have any effect upon the quantity it senses or measures. അത് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിക്കോ അല്ലെങ്കിൽ റോബോട്ടിക് സിസ്റ്റത്തിനോ ഒന്നും ഒരു ഡിസ്റ്റർബൻസും വരുത്താൻ പാടില്ല. നോയ്സ് പ്രോബ്ലം, ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ഐസൊലേഷൻ ഫ്രം റിസീവിംഗ് എക്സസ് സിഗ്നൽസ് ഓർ ഇലക്ട്രിക്കൽ നോയ്സസ്. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് അതോ എക്സസ് സിഗ്നൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് പ്രൊവൈഡ് സം ഐസൊലേഷൻ ഫോർ ദാറ്റ് സിഗ്നൽസ്. അത് സെൻസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിനെക്കാട്ടിലും സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഹാവ് ദ കേപ്പബിലിറ്റി ടു ഐസൊലേറ്റ് ദാറ്റ് നോയ്സ് സിഗ്നൽസ്. സോ സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് റെഡ്യൂസ് ദ നോയ്സ് പ്രോബ്ലം. സോ ദീസ് ആർ ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സെൻസേഴ്സ്. അപ്പോൾ ഇത്രയാണ് ഈ മൊഡ്യൂളിൽ സെൻസേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. Then in next class we can see about the actuators.